ഹലോ ഫ്രണ്ട്സ്, കോപ്പ പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് MS ആക്സസിന്റെ പ്രാക്ടിക്കൽ സെക്ഷനാണ്. ഇതിന്റെ തിയറി പാർട്ട് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ. MS ആക്സസ് എന്നത് മൈക്രോസോഫ്റ്റിന്റെ ഒരു RDBMS സോഫ്റ്റ്വെയർ ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. MS ആക്സസ് ഒരു റിലേഷണൽ ഡാറ്റാബേസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് ടേബിൾസ് ആയിട്ടാണ്. അപ്പോൾ MS ആക്സസിൽ നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. അത് കൂടാതെ ഇതിലൂടെ നമുക്ക് ഫോംസ്, ക്വറീസ്, റിപ്പോർട്ട്സ് ഇതും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് പഠിക്കാം. ഇന്ന് നമുക്ക് MS ആക്സസിൽ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ടേബിൾസ് ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് എന്തിനുള്ള ഡാറ്റാബേസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് തീരുമാനിക്കണം, അല്ലെ? അപ്പൊ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഐസ്ക്രീം പാർലറിന്റെ ഒരു ഡാറ്റാബേസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഒരു ഗുഡ് ടേബിൾ ഡിസൈൻ ചെയ്യാനുള്ള റൂൾസ്. അതിൽ ഫസ്റ്റ് പറഞ്ഞിരുന്നത് ഡിറ്റർമൈൻ ദ പർപ്പസ് ഓഫ് യുവർ ഡാറ്റാബേസ് എന്നാണ്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റാബേസ് എന്നത് ഐസ്ക്രീം പാർലറിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ്. അതാണ് നമ്മുടെ പർപ്പസ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഓർഗനൈസ് ദ ഇൻഫർമേഷൻ ടു ബി സ്റ്റോർഡ് ഇൻ ദി ഡാറ്റാബേസ്. അതിനാവശ്യമായിട്ടുള്ള ആ ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കണം, അല്ലെ? അതാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഐസ്ക്രീം പാർലർ ഡാറ്റാബേസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു സിംഗിൾ ടേബിൾ രൂപത്തിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സീരിയൽ നമ്പർ ഉണ്ട്, അതേപോലെ കസ്റ്റമർ നെയിം. ഐസ്ക്രീം പാർലറിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് അവർക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്ലേസ്, മൊബൈൽ നമ്പർ, ദെൻ അവർ ഓർഡർ ചെയ്യുന്ന ഡേറ്റ്, ഐസ്ക്രീമിന് ഓർഡർ ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ വാങ്ങുന്ന ഡേറ്റ്, ഏത് ഐറ്റം ആണ് വാങ്ങുന്നത് എന്നുള്ളത്, നെയിം ഓഫ് ഐറ്റം, ദെൻ അതിന്റെ റേറ്റ്, ക്വാണ്ടിറ്റി, ടോട്ടൽ എമൗണ്ട്. ഇനി ആ കസ്റ്റമർക്ക് ആ ഒരു ഐറ്റം ഡെലിവറി ചെയ്തോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു സ്റ്റാറ്റസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഐസ്ക്രീം പാർലർ ഡാറ്റാബേസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്. ഇതിൽ കൂടുതൽ കോളംസ് അല്ലെങ്കിൽ ഡാറ്റാസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിവൈഡ് ദ ഇൻഫർമേഷൻ ഇൻടു സ്യൂട്ടബിൾ ടേബിൾസ്. ആ തന്നിരിക്കുന്ന ഇൻഫർമേഷന് നമുക്ക് ആവശ്യമുള്ള ടേബിൾസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കുവാണെങ്കിൽ ഇതിൽ കസ്റ്റമേഴ്സിന്റെ നെയിം, പ്ലേസ്, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ആ കസ്റ്റമർ എപ്പോഴൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അവരുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? കസ്റ്റമർ നെയിമും പ്ലേസും മൊബൈൽ നമ്പറും. അതായത് ഫസ്റ്റ് ടൈം അരുൺ ഐസ്ക്രീം വാങ്ങിക്കുന്ന സമയത്ത് ഇത്രയും ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്തിരിക്കുന്നത് 1/1/2022. വീണ്ടും അരുൺ 3/1 ഐസ്ക്രീം വാങ്ങിക്കുന്ന സമയത്ത് വീണ്ടും സെയിം ഡീറ്റെയിൽസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമർ നെയിമും പ്ലേസും മൊബൈൽ നമ്പറും. ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസിനെ നമുക്ക് വേറെ തന്നെ ഒരു ടേബിൾ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഈ ഒരു രീതിയിൽ കസ്റ്റമർ നെയിം, പ്ലേസ്, മൊബൈൽ നമ്പർ. ഇനി ഈ ഒരു ഡാറ്റയിൽ ബാക്കിയുള്ളത് ഇത്രയും പോർഷനാണ്. ഇതില് നെയിം ഓഫ് ഐറ്റം, റേറ്റ്, ഇത് രണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അതായത് 1/1/2022 വാനില ഐസ്ക്രീം വാങ്ങിക്കുന്ന സമയത്ത് 170 എൻ്റർ ചെയ്തു, അതിന്റെ റേറ്റ്. അടുത്തത് വീണ്ടും 1/1/2022 അടുത്തയാള് വാനില ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ വീണ്ടും നമുക്ക് സെയിം ഐറ്റം തന്നെ റിപ്പീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അതിന്റെ റേറ്റും റിപ്പീറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ഐറ്റവും റേറ്റും എന്നുള്ളത് നമുക്ക് വേറൊരു ടേബിളിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ, അതായത് ആ ഒരു ഐസ്ക്രീം പാർലറിൽ ഏതൊക്കെ ഐറ്റംസ് ആണോ സപ്ലൈ ചെയ്യുന്നത് അതിന്റെ ലിസ്റ്റ്. ഇവിടെ എവിടെ റിപ്പീറ്റേഷൻ വരുന്നില്ല, അല്ലെ? ഇപ്പൊ നെയിം ഓഫ് ഐറ്റം ഉണ്ട്, റേറ്റ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വേറെ തന്നെ ഒരു ടേബിളിലോട്ട് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് ഓർഡർ ഡേറ്റും, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഡെലിവേർഡ്, ഇത്രയും ഫീൽഡ്സ് ആണ്. അപ്പൊ ഇതുകൂടി നമുക്ക് മറ്റൊരു ടേബിളിലോട്ട് മാറ്റാം. ഓർഡർ എന്നുള്ള ഒരു ടേബിളിലോട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതായത് റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഡർ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേൺ ഇൻഫർമേഷൻ ഐറ്റംസ് ഇൻടു കോളംസ്. ആ ഇൻഫർമേഷൻ ഓരോ കോളംസ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം, അല്ലെ? അത് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്പെസിഫൈ പ്രൈമറി കീസ്. അതായത് ഓരോ റോയും യൂണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കോളം നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിൾ എടുക്കാം. അതിനകത്ത് നമ്മൾ 3 ഫീൽഡ് ആയിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമേഴ്സ് നെയിം, പ്ലേസ്, മൊബൈൽ നമ്പർ.
അപ്പോൾ ഇതിലെ കസ്റ്റമർ നെയിം എടുക്കുകയാണെങ്കിൽ ഒരേ നെയിമും ഇനീഷ്യലും ഉള്ള മൾട്ടിപ്പിൾ പേഴ്സൺസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോളം പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പ്ലേസ് ഉണ്ട്. പ്ലേസിൽ നമുക്ക് റിപ്പീറ്റേഷൻ വരാം. ഒരേ സ്ഥലത്ത് നിന്നുള്ള കസ്റ്റമേഴ്സ് ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം. നെക്സ്റ്റ് മൊബൈൽ നമ്പർ യുണീക്ക് ആണ്, പക്ഷെ അതിൽ 10 ഡിജിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഇതിന് പകരം നമുക്ക് എക്സ്ട്രാ ഒരു കോളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, കസ്റ്റമർ ID എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ മൊബൈൽ നമ്പർ പ്രൈമറി കീ ആയിട്ട് എടുക്കുന്നില്ല, അതിന് പകരം കസ്റ്റമർ ID എന്ന് പറഞ്ഞ് പുതിയൊരു കോളം ആഡ് ചെയ്യാണ്. നമ്മൾ സീരിയൽ നമ്പർ ഒക്കെ കൊടുക്കുന്ന പോലെ കസ്റ്റമറിന് ഒരു ID കൊടുക്കുകയാണ്. അപ്പോൾ ID എന്ന് പറയുന്നത് ആൽഫ ന്യൂമറിക് കോഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് 1 2 3 എന്നുള്ള ഓർഡറിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ കൊടുക്കാം. അപ്പോൾ കസ്റ്റമർ ID എന്നുള്ള പുതിയൊരു കോളം ആഡ് ചെയ്ത് ഈ കോളത്തിനെയാണ് ഞാൻ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത കോളത്തിൽ നമ്മൾ വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നൾ വാല്യൂസ് ഉണ്ടാവാൻ പാടില്ല, അതായത് ബ്ലാങ്ക് ആയിട്ട് വിടാൻ പാടില്ല. അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ പാടില്ല. അതായത് ആദ്യത്തെ കസ്റ്റമർക്ക് C001 എന്ന ID ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇനി ഏത് കസ്റ്റമർക്കും ആ സെയിം ID കൊടുക്കാൻ പാടില്ല. അതായത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ ID തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ റോയും യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് നമുക്ക് ഐറ്റംസ് ടേബിൾ നോക്കാം. ഇതിൽ നമ്മൾ കൊടുത്തിരുന്ന 2 കോളം എന്ന് പറയുന്നത് നെയിം ഓഫ് ഐറ്റം ആൻഡ് റേറ്റ്. അതായത് ആ ഐസ്ക്രീം പാർലറിൽ ഏതൊക്കെ ഐറ്റംസ് ആണോ സപ്ലൈ ചെയ്യുന്നത് അതിന്റെ ലിസ്റ്റും അതിന്റെ റേറ്റും. അതിൽ റേറ്റ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള വാല്യൂസ് ആണ് അല്ലെ. അതായത് സെയിം റേറ്റ് ഉള്ള 2 ഐസ്ക്രീംസ് ഉണ്ടാവാം. എന്നാൽ നെയിം ഓഫ് ഐറ്റം എന്നത് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല, പക്ഷേ അതിന്റെ നെയിം എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആവാം. അതുകൊണ്ട് തന്നെ നെയിം ഓഫ് ഐറ്റം നമ്മൾ സാധാരണയായി പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാറില്ല. അതായത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള നെയിം ആയതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതിനും നമുക്ക് പുതിയൊരു കോളം ആഡ് ചെയ്യാം, ഐറ്റം ID എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ അതിലും നമ്മൾ ആൽഫ ന്യൂമറിക് കോഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതല്ലെങ്കിൽ 1 2 3 എന്നുള്ള ഓർഡറിൽ കൊടുത്താലും മതി. ഇവിടെ നമുക്ക് ഒരു ഐറ്റത്തിന് നമ്മൾ ഒരു ഐറ്റം ID കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം ഐറ്റം ID മറ്റൊരു ഐറ്റത്തിനും കൊടുക്കാൻ പാടില്ല. അതായത് ITM 001 എന്ന് പറയുന്നത് വാനില ഐസ്ക്രീമിനുള്ള കോഡാണ് അല്ലെങ്കിൽ ID ആണ്. അത് മറ്റുള്ള ഐസ്ക്രീംസിന് ID ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അപ്പോൾ ഈ ഒരു ടേബിളിൽ നമ്മൾ പ്രൈമറി കീ ആയി എടുക്കുന്നത് ഐറ്റം ID ആണ്. നെക്സ്റ്റ് വരുന്ന ഓർഡേഴ്സ് ടേബിൾ ആണ്. ഇതിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് ഓർഡർ, ഡേറ്റ്, റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, അതുപോലെ തന്നെ ഡെലിവേർഡ് എന്നുള്ള ഒരു കോളം കൂടി ഉണ്ടായിരുന്നു, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത്രയും കോളമാണ് നമ്മൾ ഓർഡേഴ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിരുന്നത്. അതിൽ ഇപ്പോൾ എക്സ്ട്രാ വന്നിരിക്കുന്ന 2 കോളമാണ് കസ്റ്റമർ IDയും ഐറ്റം IDയും. അതായത് നമ്മൾ ആദ്യം ഈ ഒരു സിംഗിൾ ടേബിൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നത് ഏത് കസ്റ്റമർ ആണ്, ഏത് ഡേറ്റിനാണ്, ഏത് ഐറ്റം ആണ് വാങ്ങിയത്, എത്ര ഐറ്റം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം അല്ലെ. ഏത് കസ്റ്റമർ ആണ് വാങ്ങിയിരിക്കുന്നതെന്ന് കിട്ടണം, അതേപോലെ തന്നെ ഏത് ഐറ്റം ആണ് വാങ്ങിയിരിക്കുന്നത്, അതിന്റെ റേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഡേഴ്സ് ടേബിളിനകത്ത് നമ്മൾ കൊടുത്ത ഓർഡർ, ഡേറ്റ്, റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഡെലിവേർഡ് ഇത്രയും കോളത്തിന്റെ ഒരുമിച്ച് 2 കോളം കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. ഏത് കസ്റ്റമർ ആണ് വാങ്ങിയിരിക്കുന്നതെന്ന് കൊടുക്കാൻ വേണ്ടി കസ്റ്റമറിന്റെ ഫുൾ ഡീറ്റെയിൽസ്, കസ്റ്റമർ നെയിമും പ്ലേസും മൊബൈൽ നമ്പറും കൊടുക്കുന്നതിന് പകരം കസ്റ്റമർ ID എന്നുള്ള ആ ഒരു പ്രൈമറി കീ മാത്രം ഇതിനകത്തോട്ടേക്ക് കൊടുത്തു. അപ്പോൾ കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിനകത്ത് ഉണ്ടായിരുന്ന ഈ പ്രൈമറി കീ, കസ്റ്റമർ ID എന്നുള്ള പ്രൈമറി കീ ഓർഡേഴ്സ് എന്നുള്ള ടേബിളിനകത്ത് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഇതിനെ എന്ത് പറയും, ഫോറിൻ കീ എന്ന് പറയും. ഓർഡേഴ്സ് ടേബിളിനകത്ത് ഇത് ഫോറിൻ കീ ആണ്. കസ്റ്റമേഴ്സ് ടേബിളിനകത്ത് ഇത് പ്രൈമറി കീ ആണെങ്കിൽ ഓർഡേഴ്സ് ടേബിളിനകത്ത് ഇതൊരു ഫോറിൻ കീ ആയി മാറി. നെക്സ്റ്റ് ഐറ്റം ID കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കസ്റ്റമർ C001 എന്ന IDയിലുള്ള കസ്റ്റമർ ഏത് ഐറ്റം ആണ് വാങ്ങിയത് എന്ന് കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഐറ്റം ID ആണ് ഇവിടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഐറ്റംസ് ടേബിളിനകത്ത് ഐറ്റം ID എന്ന ഈ ഒരു പ്രൈമറി കീ ഓർഡേഴ്സ് ടേബിളിനകത്ത് ആഡ് ചെയ്തു. അപ്പോൾ ഇതെന്തായി, ഇതും ഫോറിൻ കീ ആയി. അപ്പോൾ ഓർഡേഴ്സ് ടേബിളിനകത്ത് ഇതെന്തായി, ഇതൊരു ഫോറിൻ കീ ആയി മാറി. ഇപ്പൊ നമുക്ക് ഈ സിംഗിൾ ടേബിളിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ ഡാറ്റയും ഓർഡേഴ്സ് ടേബിളിനകത്തോട്ടേക്ക് വന്നു. ഇതിനകത്ത് കസ്റ്റമേഴ്സ്, പ്ലേസ്, മൊബൈൽ നമ്പറിന് പകരം കസ്റ്റമർ ID കൊടുത്തു. നെയിം ഓഫ് ഐറ്റം, റേറ്റിന് പകരം ഐറ്റം ID കൊടുത്തു. ഓക്കെ, ഇനി ഇതിലും നമുക്ക് യുണീക്കലി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കോളം വേണം. ഇപ്പോൾ ഓർഡർ ഡേറ്റ് എന്നുള്ള സെയിം ഡേറ്റിൽ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് ഐസ്ക്രീം വാങ്ങിക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഓർഡർ ഡേറ്റ് നമുക്ക് ഇവിടെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം സെയിം ഡേറ്റിൽ തന്നെ കൂടുതൽ സെയിൽസ് അവിടെ നടന്നിട്ടുണ്ടാവും. കസ്റ്റമർ ഐ ഡി എന്നുള്ളത് നമുക്ക് ഇവിടെ പ്രൈമറി കീ ആയിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം സെയിം കസ്റ്റമർ തന്നെ ഡിഫറെന്റ് ഡേറ്റിൽ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടാവും. ഇനി ഐറ്റം ഐ ഡി നമുക്ക് പ്രൈമറി കീ ആയിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം സെയിം ഐസ്ക്രീം തന്നെ, ഇപ്പൊ വാനില ആണെങ്കിൽ വാനില തന്നെ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ അവിടെ റിപ്പീറ്റേഷൻ വരും. നെക്സ്റ്റ് ക്വാണ്ടിറ്റി എന്നുള്ളതും എടുക്കാൻ പറ്റില്ല, ദെൻ എമൗണ്ട് എടുക്കാൻ പറ്റില്ല, ഡെലിവേർഡ് എടുക്കാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് പ്രൈമറി കീ ആയിട്ട് എടുക്കാൻ പറ്റാത്ത കോളംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലും നമുക്ക് പുതിയൊരു കോളം ആഡ് ചെയ്യാം, ഓർഡർ ഐ ഡി. ഈ ഓർഡർ ഐ ഡി എന്നുള്ളത് ഞാൻ ആൽഫ ന്യൂമറിക്ക് കൊടുത്തിട്ടില്ല, സാധാരണ നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 1 2 3 എന്നുള്ള ആ ഒരു ഓർഡറിൽ പോകുന്ന നമ്പർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർഡർ ഐ ഡി 1 ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവൂ, 2 ആയിട്ടുള്ളത് ഒരു റോ മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് റേറ്റ് എന്നുള്ള ഒരു കോളത്തിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഐറ്റംസ് എന്നുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തത് അതിനകത്ത് ഐറ്റം നെയിമും റേറ്റും കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഓർഡേഴ്സ് ടേബിളിനകത്ത് റേറ്റിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യണേ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ടേബിൾസ്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, കാരണം റിലേഷൻഷിപ്സ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ടേബിളിലുള്ള പ്രൈമറി കീയും ചൈൽഡ് ടേബിളിനകത്തുള്ള ഫോറിൻ കീയും തമ്മിലാണ് റിലേഷൻ കൊടുക്കേണ്ടത്. അതായത് രണ്ടും തമ്മിലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ടേബിളിനകത്ത് ഫോറിൻ കീ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെ? ഇതുപോലെയാണ് നമ്മൾ ടേബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സിംഗിൾ ടേബിളിനെ 3 ടേബിൾ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, കസ്റ്റമേഴ്സ്, ഓർഡേഴ്സ്, ഐറ്റംസ്. അപ്പോൾ ഓർഡേഴ്സ് എന്നുള്ള ടേബിളിലാണ് മെയിൻ ആയിട്ടുള്ള എൻട്രീസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ ഓർഡർ ഐ ഡി, ഓർഡർ ഡേറ്റ്, കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസിന് പകരം കസ്റ്റമർ ഐ ഡി എന്ന് കൊടുത്തു, ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിനകത്ത് വേറെ തന്നെ കൊടുത്തു. നെക്സ്റ്റ് ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് ഐറ്റം ഐ ഡി എന്ന് മാത്രം ഇവിടെ കൊടുത്തു, ഐറ്റം നെയിമും റേറ്റും ഐറ്റംസ് എന്നുള്ള ടേബിളിനകത്തോട്ടേക്ക് മാറ്റി കഴിഞ്ഞു. ദെൻ ക്വാണ്ടിറ്റി, എമൗണ്ട്, ഡെലിവേർഡ്. അപ്പോൾ ഈ ഓർഡേഴ്സ് ടേബിളിനകത്തുള്ള കസ്റ്റമർ ഐ ഡിക്ക് കറസ്പോണ്ടിങ് കസ്റ്റമർ നെയിമും പ്ലേസും മൊബൈൽ നമ്പറും ലഭിക്കണം എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ടേബിളുമായിട്ട് ഇത് ലിങ്ക് ചെയ്യണം. അതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഓർഡേഴ്സ് ടേബിളിനകത്തുള്ള കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്നത് C001 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് നെയിം, പ്ലേസ്, മൊബൈൽ നമ്പർ കസ്റ്റമേഴ്സ് ടേബിളിൽ നിന്ന് എടുക്കാൻ എന്ത് ചെയ്യണം? കസ്റ്റമർ ഐ ഡി, ഓർഡേഴ്സ് ടേബിളിനകത്തുള്ള കസ്റ്റമർ ഐ ഡിയും കസ്റ്റമേഴ്സ് ടേബിളിനകത്തുള്ള കസ്റ്റമർ ഐ ഡിയും തമ്മിൽ ലിങ്ക് ചെയ്യണം. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് വരുന്നത് കസ്റ്റമേഴ്സ് ടേബിളിനകത്തുള്ള പ്രൈമറി കീ ആയ കസ്റ്റമർ ഐ ഡിയും ഓർഡേഴ്സ് ടേബിളിനകത്തുള്ള ഫോറിൻ കീ ആയ കസ്റ്റമർ ഐ ഡിയും തമ്മിലാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് ടേബിളിനകത്ത് ആ ഒരു ഐ ഡിക്ക് കറസ്പോണ്ടിങ് ഒരു ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവൂ, ഒരു റെക്കോർഡ് മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഓർഡേഴ്സ് ടേബിളിനകത്ത് സെയിം കസ്റ്റമർ തന്നെ ഒന്നിൽ കൂടുതൽ ഐസ്ക്രീംസ് വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെന്റ് ഡേറ്റിൽ ഐസ്ക്രീംസ് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ സെയിം ഐഡിയ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ നമുക്ക് എന്താ പറയാം? 1 to many റിലേഷൻഷിപ്പ് എന്ന് പറയാം. കസ്റ്റമേഴ്സ് ടേബിളിൽ അത് ആ ഒരു ഐഡിയയിൽ 1 റെക്കോർഡ് മാത്രമേ ഉണ്ടാവൂ, ഓർഡേഴ്സ് ടേബിളിനകത്ത് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് 1 to many റിലേഷൻഷിപ്പ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ മെനി ടു 1 റിലേഷൻഷിപ്പ് ആണെന്ന് പറയാം, തിരിച്ചും പറയാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഐറ്റം ഐ ഡിന്റെ കേസും. ഇവിടെ ഐറ്റം ഐ ഡി ITM 001 ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് നെയിം ഓഫ് ഐറ്റം, റേറ്റ് എടുക്കുന്നത് ഐറ്റംസ് ടേബിളിൽ നിന്നായിരിക്കും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐറ്റം ഐ ഡി വെച്ചിട്ടായിരിക്കും ലിങ്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഐറ്റം ഐ ഡി ITM 001 ആയിട്ടുള്ള ഒരു റെക്കോർഡ് മാത്രമേ ഐറ്റംസ് ടേബിളിനകത്ത് ഉണ്ടാവൂ, പക്ഷേ ഓർഡേഴ്സ് ടേബിളിനകത്ത് സെയിം ഐറ്റം തന്നെ കൂടുതൽ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ട് കൂടുതൽ റെക്കോർഡ് ഉണ്ടാവും ആ ഐ ഡിയിൽ. അപ്പോൾ ഇവിടെയും മെനി ടു 1 റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ 1 to many റിലേഷൻഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഐറ്റംസ് ടേബിളിനകത്തുള്ള ഐറ്റം ഐ ഡി എന്നുള്ള പ്രൈമറി കീയും ഓർഡേഴ്സ് ടേബിളിനകത്തുള്ള ഐറ്റം ഐ ഡി എന്ന ഫോറിൻ കീയും തമ്മിലാണ് ഇവിടെ റിലേഷൻഷിപ്പ് കൊടുക്കുന്നത്. ഇവിടെ മെനി ടു 1 അല്ലെങ്കിൽ 1 to many റിലേഷൻഷിപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ റൂൾസ് ഓഫ് നോർമലൈസേഷൻ ആണ്. ഇപ്പൊ നോർമലൈസേഷന്റെ 5 NF വരെയുള്ള കാര്യങ്ങൾ ഏകദേശം എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ആക്സസിനകത്ത് എങ്ങനെയാണ് ഈ ടേബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ പ്രൈമറി കീ സെറ്റ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് കൊടുക്കുന്നത് എന്നൊക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാനിവിടെ നിർത്തുവാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.